ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ടൈം ഫേവറേറ്റ്സ് ബൈ രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം പെട്ടെന്നൊരു യാത്ര പോവുകയാണ്. രാവിലെ 5 മണിക്കാണ് യാത്ര പോയത്. എവിടെയാണ് യാത്ര പോയതെന്നറിയാമോ? വാഗമൺ പോകാനാണ് തീരുമാനിച്ചത്. പെട്ടെന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തു, രാവിലെ ഒരു യാത്ര പോയാലോ, പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലത്ത് 1 ഡേ ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്ത് വാഗമൺ പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി വാഗമൺ യാത്ര പുറപ്പെട്ടത്. 5 പേരെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 5 പേര് ആരൊക്കെയാണെന്ന്. ഞാൻ, എൻ്റെ അണ്ണൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ അനിയത്തി, പിന്നെ നാത്തൂൻ. ഇവർ 3 പേരും ഇവിടെയല്ല, ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടെ പൂജയുടെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ യാത്ര പോയത്. ഇനി ഒരുപാട് യാത്രകൾ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ആദ്യം ഗണപതി കോവിലിൽ തൊഴുതിട്ട് ഇറങ്ങിയത്. എവിടെയെങ്കിലും പോകുമ്പോൾ പഴവങ്ങാടി ഗണപതിയെ കണ്ട് ഒരു ഹായ് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം കാണത്തില്ല, മനസ്സിനൊരു സുഖം കാണത്തില്ല. അങ്ങനെ പഴവങ്ങാടി ഗണപതി കോവിലിൽ കയറിയപ്പോൾ ആ സമയത്ത് അവിടെ ദീപാരാധന ടൈമായിരുന്നു. പിന്നെ അവിടെ കയറി അവിടെയും തൊഴുതിട്ട് അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചായ കുടിക്കാനായിട്ട് ഒരിടത്ത് നിർത്തിയതാണ്. ഇത് റോഡ് സൈഡിലുള്ള കാർണിവൽ ചായപ്പീടിക എന്ന് പറഞ്ഞ ഒരു കടയാണ്. അത് ഇതുവഴി പോകുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു ചായയും ഒരു വാഴയ്ക്കപ്പവും മസ്റ്റാണ്. അവിടെ നിന്ന് കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, 2 സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് പോയി. ഞങ്ങൾ പത്തനംതിട്ട റാന്നി വഴിയാണ് പോയത്. പത്തനംതിട്ട എൻ്റെ അമ്മയുടെ നാട്, റാന്നിയിലെ എൻ്റെ അമ്മയുടെ നാട്. അപ്പോൾ ഇവിടെ വരുമ്പം വല്ലാതെ മിസ് ചെയ്യുന്നത് അമ്മയാണ്. അങ്ങനെ യാത്രകളൊക്കെ ഇങ്ങനെ സൈഡ് വ്യൂ ഒക്കെ കണ്ട് ഇടയ്ക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ കണ്ടു പോവുമായിരുന്നു. നല്ല രസമായിരുന്നു. ചേട്ടനും അണ്ണനും മാറിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ആര്യഭവനിൽ കയറി ഒരു 2 പൊടിദോശയും ഒരു പൂരിയും ഒരു ചപ്പാത്തിയും ഒരു സാദാ ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബില്ല് 505 രൂപയായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഫുഡ് നല്ലതായിരുന്നു. കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ അനിയത്തിക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മാംഗോ ബാറൊക്കെ വാങ്ങിക്കൊടുത്തു. ഞങ്ങളതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ പോയപ്പോഴാണ് ആദ്യം ഞങ്ങൾ നല്ല വെയിൽ വരുന്ന സമയമായിരുന്നു. ഞങ്ങൾ അരുവിത്തുറ പള്ളി വഴിയാണ് പോയത്. നല്ല തിരക്കായിരുന്നു ആ സമയത്തവിടെ. അവിടെ ഒന്നും ഇറങ്ങിയൊന്നുമില്ല, കാരണം സമയമില്ലായിരുന്നു. തിരിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പ് ഇട്ട് പറഞ്ഞതാണേ. ഞങ്ങൾ വന്ന സമയം നല്ല വെയിൽ വരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് വഴിയിലുള്ള കാഴ്ചകളൊന്നും ഇറങ്ങി കാണാൻ നിന്നില്ല, കാറിനകത്ത് നിന്ന് മാത്രമേ കണ്ടുള്ളൂ. ഞങ്ങൾ ആദ്യം പോയത് കുരിശുമലയിലേക്കായിരുന്നു. പക്ഷേ വഴിയരികിൽ തേയില കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കയറി കാണാൻ നിന്നില്ല. തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് നേരെ കുരിശുമലയിലേക്ക് പോയി. അവിടെ പാർക്കിംഗ് ഫീ 20 രൂപയായിരുന്നു. എൻട്രി ഫീസൊന്നുമില്ല, പാർക്കിംഗ് ഫീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൊടുത്തിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനും അണ്ണനും എന്ത് ചെയ്തു, 3 പേരും താഴെ തന്നെ ഇരുന്നു. ഞാനും അണ്ണനും കൂടെ മലയെല്ലാം കയറി. ഞങ്ങൾക്ക് വെയിലൊന്നും പ്രശ്നമില്ലായിരുന്നു, കാരണം ഞങ്ങൾക്ക് കറക്കുമെന്നുള്ള പേടിയൊന്നുമില്ല. ഇവർക്കൊക്കെ വെയിൽ കൊള്ളാൻ ഭയങ്കര പേടിയാണ്. ഇനി കറുത്തു പോയാലോ, ഞങ്ങൾക്ക് ആ പേടിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങ് കുരിശുമലയൊക്കെ കയറി. അവിടെ പ്രത്യേകിച്ച് ഇവിടെ കാണാൻ എന്തുണ്ടെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. വന്നതിൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങളത് കയറി കണ്ടു. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വഴിയരിയിൽ പോയപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടത്. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, വെയിലൊന്നുമില്ല, അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ഇറങ്ങി. എനിക്കിവിടെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാൽ ഒന്ന് ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ച് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് നന്നായിട്ട് ആസ്വദിച്ച്, അപ്പോഴാണ് ഒരു ഹാപ്പിനെസ്സൊക്കെ കിട്ടുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ വീണ്ടും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഈ ഒഴുകുന്നതും ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോയായിരുന്നു പോയിട്ടാണ് വന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് തങ്ങളുപാറയിലായിരുന്നു. തങ്ങളുപാറയിലും പാർക്കിംഗ് ഫീ ഉണ്ടായിരുന്നു, 30 രൂപയുണ്ടായിരുന്നു. എൻട്രി ഫീ ഒന്നും ഇല്ലായിരുന്നു. അവിടെയും ഇതുപോലെ നല്ല വെയിൽ സമയമായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും അനിയത്തി നാത്തൂനും കൂടെ
കയറണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പക്ഷെ ഞങ്ങൾ കയറി കേട്ടോ, എല്ലാവരും കയറി. വെയിൽ അത്ര ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതെന്ന് വെച്ചാൽ ആ മഞ്ഞിൻ്റെ ആ തണുപ്പും കാറ്റും എല്ലാം കൂടെ ആയിരുന്നപ്പോഴത്തേക്ക് വെയിലിൻ്റെ ആ ചൂടൊന്നും അറിയാൻ പറ്റത്തില്ല. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു മുകളിൽ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു രസമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് പൈൻ വാലിയിലേക്കായിരുന്നു. പൈൻ വാലിയിൽ 30 രൂപ പാർക്കിംഗ് ഫീയും ഉണ്ടായിരുന്നു, എൻട്രി 30 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ 150 രൂപയായി. പിന്നെ വഴിയിൽ നിന്ന് ലവ്ലോലി കേക്ക് മേടിച്ചു. ലവ്ലോലി കേക്കല്ലേ അതിൻ്റെ പേര്? അതെ, ചുമന്നിരിക്കുന്ന ലവ്ലോലി കേക്ക് മേടിച്ചു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടന്നു. ആദ്യം കയറിയപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഇതുണ്ട്, ഫ്രെയിം ചെയ്ത് തരും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഫോട്ടോ എടുത്താൽ തിരിച്ച് നമ്മളിത് പൈൻ വാലി കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് അവർ ഫ്രെയിം ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. 800 രൂപയാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു. നമ്മളതൊന്നും ചെയ്തില്ല. വാലിയൊക്കെ കണ്ടു. പൈൻ വാലിയുടെ ആ കയറ്റം ഒന്ന് ഒരു ചെറിയ കയറ്റം പോലെ ഉണ്ട്. മുകളിലോട്ട് കയറണമെങ്കിൽ അത് കയറുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വീണ് അങ്ങനെ തെന്നും. അങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, പക്ഷെ ഒന്നും പറ്റിയില്ല. പിന്നെ അവിടെ കുറേ നേരം നിന്ന് ഒളിച്ചെളിയൊക്കെ കളിച്ചു. അപ്പോഴത്തേക്കാണ് വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. ഞങ്ങളവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ, പൈൻ വാലി എന്ന് പറഞ്ഞ പേരുള്ളൊരു ഹോട്ടലിൽ കയറി. 3 ബിരിയാണിയും 2 മീൽസും. അനിയത്തി നാത്തൂനും മീൽസാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അതെല്ലാം ലഞ്ചെല്ലാം കൂടി 525 രൂപയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോയത്. ഗ്ലാസ് ബ്രിഡ്ജിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, കാരണം അന്നത്തെ സ്ലോട്ടെല്ലാം ഫുള്ളായെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ബോട്ടിങ്ങിനോട്ടാണ് പോയത്. ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ ബോട്ടിംഗ് അല്ല, അത് നമ്മളവിടെ വഴിയരികിൽ കണ്ടതാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബോട്ടിംഗ് ഉണ്ട്, ഗാർഡനിങ് ഉണ്ട്, പിന്നെ പ്ലാന്റ്സ് നിങ്ങൾക്ക് മേടിക്കാം, ഫോറസ്റ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് മേടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം കൊള്ളാമെന്ന് പറഞ്ഞാൽ കയറിയത്. കൊള്ളായിരിക്കും എന്ന് വിചാരിച്ചാൽ കയറിയത്. എൻട്രി ഫീ 30 രൂപയുണ്ടായിരുന്നു. ബോട്ടിങ്ങിന് 4 പേർക്ക് 200 രൂപയായിരുന്നു. അവർ 4 പേരും കയറി, ഞാൻ കയറിയില്ല. അപ്പം കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് മാത്രമായിരുന്നു. കാരണം പ്ലാന്റ്സ് വലിയ രീതിയിലൊന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും വാങ്ങിയില്ല. ആദ്യമായിട്ട് ഒരു നഴ്സറി പോയിട്ട് ഒരു പ്ലാന്റ്സ് പോലും വാങ്ങാതെ ഞാൻ ഇറങ്ങും. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ടായിരുന്നു. പിന്നെ ബോട്ടിങ്ങിലൊക്കെ പോയി. അവർ 4 പേര് നന്നായിട്ട് ബോട്ടിങ് ചെയ്തു. ഈ പെഡസ്റ്റൽ ബോട്ട് അങ്ങനെ പറയത്തില്ലേ, ഈ കാലുകൊണ്ട് നമ്മൾ തന്നെ ചവിട്ടി പോകുന്ന അങ്ങനെ ഒരു ബോട്ടായിരുന്നു. നല്ല രസമായിരുന്നു. കാലുവേദന ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മൊട്ടക്കുന്നിലോട്ട് പോകും. അവിടെ പ്രത്യേകിച്ച് സാധനമൊന്നും വാങ്ങാനൊന്നും പറ്റില്ല. ഈ ഫോറസ്റ്റിൻ്റെ ഇതിലൊന്നും സാധനമൊന്നും മേടിക്കാനൊന്നും പോയി, കാരണം അവിടെ ഒന്നും ഇല്ലായിരുന്നു, വെറുതെ ആയിരുന്നു എല്ലാം. അങ്ങനെ നേരെ മൊട്ടക്കുന്നിലോട്ടാണ് പോയത്. മൊട്ടക്കുന്നിൽ അവിടെയും എൻട്രി ഫീ 25 രൂപയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ 125 രൂപയെ. അവിടെ ഇങ്ങനെ 3 കുന്ന്, അവിടെ പിന്നെ സിപ്പ് ലൈനറൊക്കെ ഉണ്ടായിരുന്നു, സൈക്ലിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടിൽ ഞങ്ങൾ കയറിയില്ല. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാർ പോയപ്പം കയറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കയറിയില്ല. പിന്നെ അവിടെ ഈ പട്ടം നൂലൊക്കെ കെട്ടിയിട്ട് പരുന്ത് അതിനെയൊക്കെ വാങ്ങാൻ കിട്ടും. അതിനെ എന്നിട്ട് ആ കുന്നിൻ്റെ മുകളിൽ ചെന്നിട്ട് നമുക്കിങ്ങനെ പറത്താം, പട്ടം പറത്തുന്നു, അങ്ങനെ പറത്താം. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഒരുപാട് ഹൈറ്റ്സിൽ അത് പറത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. അവിടെ കുറേ നേരം ഇരുന്നു ഇതൊക്കെ കണ്ട് കുറേ ചിരിച്ചു. അവിടെ ഓരോരുത്തർ പട്ടം പറത്തുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിയൊക്കെ വന്നു. അങ്ങനെ കുറേ ചിരിച്ചു, നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സെക്യൂരിറ്റി വന്നു. മഴ പെയ്താൽ അവിടെ നിൽക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് അവരവിടെ കയറുമ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോഴും ഇടിമിന്നൽ ആ സമയങ്ങളിലൊന്നും അവിടെ നിൽക്കാൻ പാടില്ല. കാരണം അവിടെ ഇതില്ല, മരങ്ങളൊന്നുമില്ല. മൊട്ടക്കുന്ന് പേര് കേട്ടാൽ നമുക്കറിയാമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു കടയിൽ നിന്ന് നല്ല ചൂട് മുളക് ബജിയും മുളക് ചമ്മന്തിയും ചായയൊക്കെ കുടിച്ചു. എല്ലാം കൂടി 85 രൂപയായി ചായ കുടിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. അനിയത്തിയുടെ ഫേവറേറ്റ്സ് മുളക് ബജി. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അടുത്ത രാത്രി ഡിന്നർ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. മഴയും കൂടെ പെയ്യുന്നതുകൊണ്ട് പിന്നെ ഒരിടത്ത് നിർത്തിയൊന്നുമില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങാൻ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. കാറിനകത്തിരുന്ന് തന്നെയാണ് കണ്ടത്. കണ്ടിട്ട് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം ഒറ്റ ദിവസം കൊണ്ട് വാഗമൺ കാണാനുള്ളത് ഇത്രയൊക്കെ സ്ഥലങ്ങളേ ഉള്ളൂ. മൂന്നാറാണോ വാഗമണ്ണാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് മൂന്നാറാണ് ഇഷ്ടപ്പെട്ടത്. വാഗമൺ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, മൂന്നാറിൻ്റെ അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വാവര് പള്ളിയൊക്കെ കണ്ടു. ആ വഴിയാണ് വന്നത്. അതിനുശേഷം ഞങ്ങൾ വേഗം വഴിയോര കടയിലെത്തി. അവിടെ നിന്ന് ബോട്ടി തോരനും മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയൊക്കെ കൂട്ടി അപ്പവും പൊറോട്ടയൊക്കെ കൂട്ടി കഴിച്ചു.
അങ്ങനെ ആകെ മൊത്തം ഞങ്ങൾക്ക് ഈ വാഗമൺ ട്രിപ്പ് 1 ഡേ ട്രിപ്പിന് ചിലവായത് 5,978 രൂപ. കടയിൽ ഞങ്ങളുടെ ഡിന്നറിന് ആയത് 1,158 രൂപയായിരുന്നു. നല്ല ഫുഡായിരുന്നു. അതെല്ലാം കഴിച്ചു. അങ്ങനെ ഏകദേശം 12 മണിയോടുകൂടി ഞങ്ങൾ വീടെത്തി. നല്ല ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ, കാണാമേ.